ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇപ്പം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൺഗ്ലാസ് ആണ്. അപ്പോൾ ഇത് റീബാൻ മെറ്റാ സ്മാർട്ട് ഗ്ലാസ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് AI ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്. ഇതാണ് സംഭവം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റീസെൻ്റ്ലി ഇങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേബാനും അതുമാതിരി മെറ്റയും കൂടി ജോയിൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സൺഗ്ലാസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് പറയാനുണ്ട്. അപ്പം ആദ്യം ഇത് ഒരു സ്മാർട്ട് കേസ് കണ്ടോ, ഇതൊരു സ്മാർട്ട് കേസാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് സി ഒരു ചാർജർ ഉണ്ട്. ഇത് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ചാർജ് ആവും, ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. ഓക്കെ, ഫുൾ ചാർജ് ആകുമ്പോൾ ഇതിങ്ങനെ ഗ്രീൻ കാണിക്കും, ഫുൾ ചാർജ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറ് കാണിക്കും. ഇതിൻ്റെ ബാക്കിലൊരു പവർ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് നമുക്ക് അറിയാൻ പറ്റും, ഇത് ഓൺ ആവും. ഇത് ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ സൺഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് റേബാൻ്റെ വേഫെയറർ എന്ന് പറയുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ മെറ്റയും കൂടി ജോയിൻ്റ് ആയിട്ട് കുറച്ച് AI ഇൻബിൽഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കാം, നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നല്ല കൂൾ ലുക്കാണ്, ഭയങ്കരമായിട്ട് ഫേസിനൊക്കെ ഭയങ്കര സ്യൂട്ട്. ഇപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സൗണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന്. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്തു. അപ്പോൾ അത് ആ സിസ്റ്റവും ഫോണുമായിട്ട് കണക്റ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൽ പാട്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നമുക്കൊരു ടച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. കുറച്ച് നീട്ടുകാരിട്ട് കുറച്ച് മതി. ഓക്കെ, ഇവിടെ നമുക്ക് ടച്ച് ഓപ്പറേറ്റ് ചെയ്യാണ്ട്. ഇപ്പം സോങ് ഇതിൽ കണക്റ്റഡ് ആയാലും സോങ് പ്ലേ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ രണ്ട് ഇത് കണ്ടോ, ലെഫ്റ്റിലും റൈറ്റിലും ഒരു Also, if you don't know how to put on the song, you can just go to Spotify and select it. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ ഒരു LED ലൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ക്യാമറ ഉണ്ട്. 12 മെഗാ പിക്സലാണ് ക്യാമറ. ഒരു വൈഡ് ആംഗിളിൽ വരുന്ന ഒരു ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു പ്രൈവസി ഇഷ്യൂ എല്ലാം ഉണ്ടായ കാരണം ഇവിടെ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാം, വീഡിയോ എടുക്കാം, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പാട്ട് കേൾക്കാം, പിന്നെ എന്തുവാണ് നമ്മൾ നാവിഗേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈഡൻസ് എല്ലാം അതിൽ കേൾക്കാം. I'm coming to it. പിന്നെ നമുക്ക് വാട്സപ്പിൽ വരുന്ന കോളുകൾ ഇതിൽ ആക്സെപ്റ്റ് ചെയ്യാം, ഡയറക്റ്റ് കോൾസ് ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് വോയിസ് വെച്ചിട്ട് നമ്മൾ കോൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോള് ഓട്ടോമാറ്റിക്കലി അത് പോവും. പിന്നെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലോട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോട്ടൊക്കെ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഷെയർ ചെയ്യും. പിന്നെ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇവിടെ ഇതിലിട്ടിട്ട് നമുക്ക് നമ്മളെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ലൈവ് സ്ട്രീം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം ലൈവ് സ്ട്രീമായിട്ട് അതിൻ്റെ അത് കാണിക്കുകയും ചെയ്യും. പിന്നെ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ച്വലി കുറേ ഇവിടെയൊക്കെ ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതിലോട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, ഇതാണ് പവർ ബട്ടൺ. പിന്നെ അത് കൂടാതെ ഇവിടെയൊക്കെ ഓരോരോ ബട്ടൺസ് ഉണ്ട്, കണ്ടോ ഈ ബട്ടൺ. I'm coming to it. സോ നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടും ഈ ഫോട്ടോ എടുക്കും. ഒരു സിംഗിൾ പ്രസ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. അതുമാതിരി ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കും. അത് കൂടാതെ നമുക്കിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഹേയ് മെറ്റാ ക്യാപ്ചർ ദ വീഡിയോ. ഹേയ് മെറ്റാ, ഇപ്പോൾ അത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു. ക്യാപ്ചർ ദ വീഡിയോ. ഓക്കെ, ഹേയ് മെറ്റാ ടേക്ക് എ വീഡിയോ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കാണുന്നുണ്ട് അവിടെ റൈറ്റ് സൈഡിൽ നമ്മളിടാം. ഇവിടെ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ വേണമെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ എങ്ങനെയാണ് വരുന്നത് കാണുന്നുണ്ടോ. പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഹേയ് മെറ്റാ സ്റ്റോപ്പ് ദ വീഡിയോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ വേണമെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ദ വീഡിയോ വരുന്നതെന്നല്ല. പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഹേയ് മെറ്റാ സ്റ്റോപ്പ് ആയി. നമ്മൾ ഹേയ് മെറ്റാ എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു ലിസണിങ് വോയിസ് റെക്കഗ്നീഷൻ്റെ ഒരു സംഭവം ആക്റ്റീവ് ആവും, അപ്പോഴാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അതുമാതിരി ഹേയ് മെറ്റാ ടേക്ക് എ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുക്കും. അപ്പോൾ ഇതെല്ലാം വോയിസ് നമ്മൾ പറയുന്ന സാധനം ഇവൻ ലിസൺ ചെയ്യുന്നുണ്ട്, വോയിസ് ആക്ടിവേറ്റഡ് ചെയ്യാം.
പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് ഫോണിലോട്ട് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലൊരു ആപ്പ് ഉണ്ട് മെറ്റ AI എന്ന് പറഞ്ഞിട്ട്. അത് ഇവരുടെ ഒരു QR വെച്ചിട്ട് നമുക്ക് ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡിലുള്ള ഫോണിലാണെങ്കിൽ അതിന് വേറെ ആപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം അതിലോട്ട് കിട്ടും. അവിടെ നിന്ന് നമുക്ക് ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്ത് അത് ഷെയർ ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇതെല്ലാം ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് റീസെൻ്റ്ലി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ അപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കുറച്ച് പേരൊക്കെ മേടിച്ചു. ജപ്പാൻ ഇല്ല കുറച്ച് ആളുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് US യൂറോപ്പിലൊക്കെ പോപ്പുലറാണ്. പക്ഷേ ജപ്പാനിൽ നിന്നാണ് ഞങ്ങളിത് റിവ്യൂ ചെയ്യുന്നത്, ടോക്കിയോന്ന്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പ്രോപ്പർലി ഇവിടെ ഒരു പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് നമ്മളൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. യുഎയിലുള്ള ഫ്രണ്ട്. പുള്ളി യുഎയിലുള്ള ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. പുള്ളി ഇത് US നിന്ന് വരുത്തിയിട്ട് നമുക്ക് ടോക്കിയോയിലൂടെ അയച്ചു തന്നാണ്. നമ്മുടെ ടു ഓർഡർ ഫ്രം US. അപ്പം പുള്ളി മൂസ ഹാജി എന്നാണ് പറയുക. പോളൻ മൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. പുള്ളി അവിടെ പെർഫ്യൂം ബിസിനസ്സാണ് ചെയ്യുന്നത്, ഫ്രാഗ്രൻസ് വേൾഡ് എന്നാണ്. പുള്ളി ടോക്കിയോയിൽ വന്നപ്പം നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആക്ച്വലി ഇത് ആരവന് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ആരവാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യില്ലേ, അപ്പോൾ ശരിക്കും ഈ ക്യാമറ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് വേറൊരു കോള് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മിററിലൂടെ കാണുന്നത് എന്താണോ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും, ക്യാമറയിലൂടെ കാണുന്നത്. അപ്പം ഭയങ്കര അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക്കലി സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഒരു എത്രയോ GB സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അത് ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഫോണിൽ നിന്ന് നമുക്ക് automatically goes into the phone. automatically goes into the application. Storage. It is a storage. So that stores I think around 32 for something GB ആണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പം. പിന്നെ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനി ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. പിന്നെ മിക്കവാറും നമുക്ക് എന്താ പറയുക ഒരു ഓഗ്മെൻറ്റ് റിയാലിറ്റി മാതിരിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരാം. ഇപ്പോൾ ജസ്റ്റ് ഗൈഡൻസും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പിന്നെന്താ അതിൻ്റെ അകത്ത് പറയാനുള്ളത്? പിന്നെ എന്തൊക്കെയാണെന്ന് പറയാൻ വെച്ചാൽ സംഭവം പിന്നെ ഈ സൈഡിൽ ഇതിനൊരു ടച്ച് ഉണ്ട് കേട്ടോ. ഈ സൈഡ് ടച്ച് പറഞ്ഞു. എന്നാലും ഇവിടെ നമുക്ക് ഇപ്പോൾ സോങ് സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോങ് പ്ലേ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പോട്ടിഫൈ അല്ലെങ്കിൽ ആപ്പിൾ ഏതാ You can also like say hey Meta. Hey Meta, stop the music stop. Also you can make it on music. Hey Meta, play the music. You should Hey Meta, I'm sorry, I should wait. Play the music. The feature isn't available yet. What? Feature isn't available. People play it. Okay, hey Meta, play the music. Hey Meta, play the music. ചിരിക്കരുത്. അപ്പോൾ അത് ഇത് ചെയ്യുക. ഇപ്പോൾ പ്ലേ ചെയ്തു നോക്കെ എങ്ങനെ ചേട്ടാ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വേണ്ടാ. ഏയ് Meta, stop the video. Stop ആയി. ഓക്കെ, അത് ആക്ച്വലി സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ. ഏയ് Meta, play the music. The feature isn't available. റീജിയനിൽ അവൈലബിൾ. അത് എന്തോ അത് റീഡ് ചെയ്യുന്ന കറക്റ്റ് ആയിരുന്നു. ഹേയ് Meta, പ്ലേ ദ മ്യൂസിക്. പ്ലേ ആയി. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ അകത്ത് 5 മൈക്ക് ഉണ്ട്. നമ്മൾ പറയുന്നതെല്ലാം ക്യാപ്ചർ ചെയ്യാനുണ്ട്. ഇവിടെയുണ്ട്, ഈ സൈഡിലുണ്ട്, കുറേ ഇവിടെയൊക്കെ ആയിട്ട് മൈക്കുകളുണ്ട്. അതുമാതിരി 2 സ്പീക്കറുണ്ട് നമ്മളെ ഇയറിൻ്റെ സൈഡിലായിട്ട്. അതിലൂടെ നമുക്ക് കേൾക്കുന്ന. അപ്പോൾ ഇത് കൂടുതൽ എനിക്ക് അഡ്വാൻറ്റേജ് തോന്നിയിരിക്കുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫോണ് കോൾ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഇതിലെടുക്കാം, പിന്നെ പാട്ട് കേൾക്കാം, വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ല. നമുക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. പിന്നെ വേറെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് വെച്ച് ഇങ്ങനെ നടക്കാം, ഫോണിൽ വന്നു കഴിഞ്ഞാൽ എടുക്കാം. അപ്പോൾ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. ഹെഡ്ഫോൺ വേറെ സെപ്പറേറ്റ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്യൂബ് കാണാം, ഫേസ്ബുക്കിലെ വീഡിയോസ് കേൾക്കാം, ഒക്കെ നമുക്ക് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു സംഭവമാണ്. ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്, പക്ഷേ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത് നമുക്ക് അവിടെ നിന്ന് ഷിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഗിഫ്റ്റായിട്ട് വന്നുകൊണ്ട് നമുക്ക് ക്യാഷ് സ്പെൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് ടു മൂസ ഹാജി ഫോർ ഗിവിങ് ദിസ് ആസ് എ പ്രസൻറ്റ് ടു അസ്, എ ഗിഫ്റ്റ് ടു അസ്. സോ ആരവ് ഈസ് ഓൾസോ വെരി ഹാപ്പി. നമ്മൾക്ക് എല്ലാവരും ഇത് ഞാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവന് ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ബേസിക്കലി പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഞാൻ സ്റ്റോപ്പ്. Meta, stop the music. Recognize. Hey Meta,
സ്റ്റോപ്പ് ദ മ്യൂസിക്. അപ്പോൾ സ്റ്റോപ്പായി. ഓക്കെ, അപ്പം ബേസിക്കലി ഇവിടെ ജപ്പാനിൽ പ്രൈവസി ഇഷ്യൂസ് കൂടുതൽ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതൊന്നും അങ്ങനെ പബ്ലിക്കലി റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അപ്പം ലീഗൽ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് വേണം യൂസ് ചെയ്യാൻ. അതുമാതിരി എനിക്ക് തോന്നുന്നു UAE-ലും യൂസ് ചെയ്യാൻ പബ്ലിക്കലി അങ്ങനെ വീഡിയോസ് എടുക്കാൻ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ലൊരു ഫീച്ചറായിട്ടുള്ളൊരു ഫോണാണത്. അപ്പം ഇത് ഓക്കെ. അയ്യോ, ഇത് ആക്ച്വലി 4 hours വരെ ഇതിൻ്റെ ചാർജ് നിൽക്കും കേട്ടോ. ഒരു 1 time നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 hours വരെ നിൽക്കും. അതുമാതിരി ഇതിൻ്റെ അകത്ത് ഇതൊരു നമ്മുടെ എന്താ പറയുക സ്റ്റോറേജ് സംഭവമാണ്. അപ്പോൾ ഇതും ഒരു പ്രാവശ്യം ചാർജ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരുപാട് സമയം നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഫോണിൽ 4 hours നിൽക്കും ഫുള്ളി യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 45 minutes ഒക്കെ വീണ്ടും ഇതിൽ ചാർജ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു 100% ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫോണാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, എനിക്ക് തോന്നുന്നു അറൗണ്ട് $399 സംതിങ് എന്തോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഇതിൽ ഗിഫ്റ്റായിട്ട് വന്നതുകൊണ്ട് നമുക്കധികം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, ഇത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഫിഷിങ്ങിൻ്റെ സമയത്താണ്. ഓക്കെ, ഞാൻ ഫിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫിഷ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഫിഷ് ചെയ്യണ സമയത്ത്. നമ്മൾ ഫിഷ് ചെയ്യണ സമയത്ത് ആക്ച്വലി എന്താ പറയുക, ഫിഷിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ വേറെ ആരെങ്കിലും ഹെൽപ്പ് വേണം, ഫോൺ എടുത്ത് കൊടുക്കണം. ആകെ മൊത്തപ്പോൾ സീലൊക്കെ നമ്മൾ ബോട്ടിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്, ഫോണ് ഭയങ്കര വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചൊരു ഫിഷിങ്ങിന് പോയി, നാട്ടിൽ ബോട്ടിൽ പോയി. അപ്പം ജസ്റ്റ് ഭയങ്കര അടിപൊളിയാണ് ഫിഷ്. നമ്മൾ മറ്റേ ഫിഷ് മീനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മറ്റാ ക്യാപ്ചർ ദ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കയറി ഫോട്ടോ എടുത്തോളും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് തൊടുക വേണ്ട സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര അടിപൊളി ഫീച്ചറായിട്ട് തോന്നി. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്പോർട്സ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം, സൈക്ലിംഗ് ആൾക്കാർക്ക് യൂസ് ചെയ്യാം. നല്ല കിടിലം ഫീച്ചറായിട്ടുള്ളൊരു സാധനമാണിത്. പിന്നെ ഹെവി ലുക്കും ഇല്ല, പക്ഷേ ഇത് കുറച്ച് തിക്നെസ് ഉണ്ട് മറ്റേ സാധാരണ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഇതിൻ്റെ അകത്തായിരിക്കും, ഇതിൻ്റെ അകത്ത് AI സാധനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് തിക്നെസ് വന്നിട്ട്. പിന്നെ എനിക്ക് ഒറ്റ ഇൻകൺവീനിയൻസ് ആയിട്ട് തോന്നിയിരിക്കുന്നത്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നത് തിന്നായിട്ടുള്ള ഒരു ഫ്രെയിമായിരുന്നു ഈ സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നൊക്കെ തിരിയുന്ന സമയത്തൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ഈ ഫ്രെയിം ചെറിയൊരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ തിരിഞ്ഞ് നോക്കണം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രമേ എനിക്കൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. അത് പക്ഷേ എല്ലാ കണ്ണടയും അങ്ങനെ തന്നെ ആയിരിക്കും, കുറച്ചും കൂടി തിക്നെസ് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ സംസാരിച്ചു, എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം പറയാനുള്ളതെല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടോ, ഞാനിത് എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കുറച്ച് വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് എങ്ങനെ എടുത്തതെന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആർ ഫോർ ക്യാപ്ചറിങ് ഓർ റെക്കോർഡിങ് ദിസ് വീഡിയോ. Also, Yeah. because I'm only going to school, that's why he's taking it. ഇത് വെച്ചിട്ട് Wait, hey Meta, can you stop the music? 3, 2, 1. പറയാം. Sorry. So the only reason why I'm not using this because I'm going to school most of the time. That's why he uses it. And most of the time I have like classes and stuff. So he also uses these glasses. It was actually a gift for me. Bye bye. Gift from you? No, gift for me. Okay. Bye bye. Okay, bye. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പറ്റൂ. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രീനിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ നിന്ന് സ്പാനിഷ് അങ്ങനെയുള്ള കുറച്ച് ലാംഗ്വേജിലോട്ട് പറ്റും. പക്ഷേ ജപ്പാനിലുള്ള ജാപ്പനീസ് ഇത് സപ്പോർട്ട് ചെയ്യില്ല. ഒഫീഷ്യലി ജപ്പാനിൽ ഇത് അവൈലബിളും അല്ല, നമ്മൾ വല്ല ഡീലേഴ്സിൻ്റെ അടുത്ത് മേടിക്കണം. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് റീസെൻ്റ്ലി വന്നത്, ഇപ്പോൾ നമ്മളൊരു ട്രീ ഒക്കെ നമ്മൾ നോക്കിയിട്ട് ആ ട്രീ ഇത് ഏത് ടൈപ്പാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഓട്ടോമാറ്റിക്കലി അതൊന്നും ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിങ്ങനെ അവൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ അതൊന്നും പക്ഷേ ജപ്പാനിൽ അവൈലബിൾ അല്ല ആ ഫീച്ചേഴ്സ്. റീജിയൻ വൈസിട്ട് പല സ്ഥലങ്ങളിലും പല ഫീച്ചേഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഫുൾ ഫീച്ചേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു US-ഉം യൂറോപ്പിലൊക്കെ അത് ഫുൾ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ചില സാധനം ഇപ്പോൾ നമുക്ക് ഞാൻ ചോദിക്കും ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്, ടോക്കിയോയിലെ ടെമ്പറേച്ചർ എത്രയാണ്, ഇന്ത്യയിലെ ഇന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവൻ പറഞ്ഞുതരും. അപ്പം
പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടു, അതിൻ്റെ അകത്ത് ഒരു സ്ക്രീൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് എന്താ സംഭവം, പ്രോഗ്രാമിംഗ് ആണെന്ന് പറയുന്നത്. എന്തിൻ്റെ പ്രോഗ്രാമിംഗ് ആണ് അത്, ഇന്ന പ്രോഗ്രാമിംഗ് ആണെന്ന് പറയുന്നു. അതിൻ്റെ ആക്ച്വലി ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള സാധനം എന്ത്. അപ്പോൾ അങ്ങനെ അതൊരു ജനറേറ്റീവ് അല്ലെങ്കിൽ ഒരു ജനറേറ്റീവ് AI ബേസിൽ ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് ആൻസർ തരുന്ന ഫീച്ചേഴ്സ് എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അഡീഷൻസ് വരും, കൂടുതൽ സംഭവങ്ങളെല്ലാം വരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി എനിക്കൊന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഫീച്ചേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അതിലും കൊണ്ട് റിഫ്ലക്റ്റ് ആവും എന്ന് വിചാരിക്കുന്നു, ഓവർ ദിയർ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ, ബൈ.